ഇന്നലകളിൽ നമുക്കുണ്ടായ അനുഭവങ്ങൾ, സങ്കടമായിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, വേദന നിറഞ്ഞ അനുഭവങ്ങളായിക്കോട്ടെ, നമ്മൾ പലരും ചിന്തിക്കുന്നത് ആ ഓർമ്മകളെല്ലാം നാം നമ്മുടെ ലൈഫിലുടനീളം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് എന്നാണ്. നമ്മെ സ്ട്രോങ് ആക്കി മാറ്റാൻ അത് അത്യാവശ്യമാണെന്നാണ് ചിന്തിക്കുന്നത്, അല്ലേ? ഈ സ്റ്റോറി കേട്ടതിന് ശേഷം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങൾ യഥാർത്ഥത്തിൽ ഇന്നലകളിലെ ഓർമ്മകളിൽ മരിച്ചുകൊണ്ടാണോ ജീവിക്കുന്നത്, അതോ പ്രസൻറ്റ് ഈ വർത്തമാനകാലത്ത് ജീവിക്കുകയും അതിൻ്റെ ഓരോ നിമിഷങ്ങളും ആസ്വദിക്കുകയുമാണോ ചെയ്യുന്നത് എന്ന്? വളരെ പണ്ട് വളരെ സ്വീറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പക്ഷി ഒരു വനത്തിൽ ജീവിച്ചിരുന്നു. ഈ പക്ഷി പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യം ചെയ്യാനായിട്ട് ആരംഭിച്ചു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും ആയിട്ടുള്ള എല്ലാ അനുഭവങ്ങളും ഒരു ചെറിയ കല്ലിൽ എഴുതിയിട്ട് ഒരു ചെറിയ പൗച്ചിൽ സൂക്ഷിച്ചു പോന്നു. എന്നിട്ട് ഈ പക്ഷി അവിടെ നിന്നും ഈ പൗച്ചുമായിട്ട് പറന്ന് പോകും. അങ്ങനെ എല്ലാ ദിവസവും ഈ പക്ഷി ചെയ്യാനായിട്ട് ആരംഭിച്ചു. അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ എന്ത് അനുഭവമാണെങ്കിലും താൻ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ പക്ഷി ഇങ്ങനെ ഓരോ കല്ലിൽ എഴുതി വെച്ച് ഈ പൗച്ചിലിട്ട് സൂക്ഷിക്കാനായിട്ട് തുടങ്ങി. ഈ പക്ഷി വിചാരിച്ചിരുന്നത്, തനിക്ക് സന്തോഷം ഉണ്ടാക്കിയ കാര്യങ്ങളെല്ലാം ഞാൻ എഴുതി വയ്ക്കും, കാരണം അതിനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല, ആ നല്ല നിമിഷങ്ങളൊന്നും തിരിച്ചു കിട്ടില്ല, അതുകൊണ്ട് ഞാനത് എഴുതി വയ്ക്കും. അതുപോലെ എനിക്കുണ്ടായ തിക്താനുഭവങ്ങൾ അതും ഞാൻ എഴുതി വയ്ക്കും, ഒരു പാഠമായിട്ട് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. അതും എനിക്ക് എന്തെങ്കിലും പ്രയോജനപ്പെട്ടേക്കാം, അതുകൊണ്ട് ഞാനത് എഴുതി വയ്ക്കും. അങ്ങനെ ഈ പക്ഷി അങ്ങനെ ഒരു തീരുമാനം കൊണ്ടാണ് ഇപ്രകാരം ഓരോ ദിവസത്തെയും കാര്യങ്ങൾ കല്ലിലെഴുതി ഈ പൗച്ചിലിട്ട് സൂക്ഷിക്കുന്നത്. അങ്ങനെ ചില ആഴ്ചകൾ കൂടി കഴിഞ്ഞു പോകുമ്പോൾ ഈ പക്ഷിയുടെ ആരോഗ്യത്തെ തന്നെ ഇത് ബാധിക്കുകയാണ്. ഒരിക്കൽ ഈ പക്ഷി പ്രായം ചെന്ന ഒരു മൂങ്ങയെ കണ്ടുമുട്ടുകയാണ്. ഈ പൗച്ച് കണ്ടിട്ട് ഈ മൂങ്ങ ഈ ചെറു പക്ഷിയോട് ചോദിച്ചു, എന്തിനാണ് നീ ഈ പൗച്ചിൽ ഇങ്ങനെ കല്ലും ചുമന്ന് നടക്കുന്നത്? നിനക്ക് പറക്കാൻ പറ്റുന്നില്ലല്ലോ, നേരെ ചൊവ്വയൊന്നും പറക്കാൻ പറ്റുന്നില്ലല്ലോ, എന്താണ് നീ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ പക്ഷി പറയുകയാണ്, എൻ്റെ ഭൂതകാലത്തിലെ നല്ലതും മോശവുമായിട്ടുള്ള എല്ലാ ഓർമ്മകളും അതെനിക്ക് നല്ലൊരു ലെസൺ ആയതുകൊണ്ട് ഞാൻ ആ ഓർമ്മകളെല്ലാം ഈ കല്ലുകളിൽ എഴുതി സൂക്ഷിച്ചിരിക്കുകയാണ്. ഒരിക്കൽ എനിക്കിത് വളരെ പ്രയോജനപ്പെടും എൻ്റെ ഭാവിയിൽ, അതുകൊണ്ട് ഞാനിതിങ്ങനെ ചുമന്നുകൊണ്ട് പോവുകയാണ്. അപ്പോൾ മൂങ്ങ ചോദിച്ചു, നീ സത്യത്തിൽ ഈ വർത്തമാന കാലത്തിൽ പ്രസൻറ്റ് യുഗത്തിലാണോ ജീവിക്കുന്നത്, അതോ ഇന്നലകളിലെ വേദനകളും സന്തോഷങ്ങളും എല്ലാം അടങ്ങിയ ഈ ഭാരവും ചുമന്ന് ഇങ്ങനെ പോവുകയാണോ, ഇങ്ങനെയാണോ ജീവിക്കുന്നത്? എന്നാൽ ഈ കുഞ്ഞു പക്ഷിക്ക് ഇതൊന്നും മനസ്സിലായില്ല. അവൾ അവിടെ നിന്നും പറന്നകന്നു. അങ്ങനെ ചില ആഴ്ചകൾ കൂടി കഴിഞ്ഞു പോകുമ്പോൾ തൻ്റെ ആരോഗ്യസ്ഥിതിയെ വളരെ മോശമായിട്ട് ബാധിക്കുകയാണ്. അങ്ങനെ ഈ പക്ഷി പിന്നെ പതിയെ പൗച്ചും വഹിച്ച് നടന്നു പോകാൻ മാത്രമേ പറ്റുന്ന ആ ഒരു അവസ്ഥയിലായിട്ട് മാറുകയാണ്. ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്നൊരു മഴ പെയ്യുകയാണ്. ഈ മഴയിൽ ഈ പക്ഷി തെന്നിപ്പോവുകയും താൻ വഹിച്ചുകൊണ്ട് പോകുന്ന ഭാരമുള്ള കല്ല് നിറഞ്ഞ പൗച്ച് തൻ്റെ മുകളിലേക്ക് തന്നെ മറിഞ്ഞു വീണ് ആ പക്ഷിയുടെ ജീവൻ അവിടെ പൊലിയുകയാണ്. മഴയെല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ കുറേ പക്ഷികളൊക്കെ വന്ന് ഒന്ന് നോക്കുകയാണ് ജീവനെങ്ങാനും ഉണ്ടോ എന്ന്. എന്നാൽ ഈ പക്ഷിയുടെ ജീവൻ നഷ്ടമായിരുന്നു. ആ സമയത്ത് ആ പ്രായമുള്ള മൂങ്ങ ഈ സ്ഥലത്തേക്ക് വരികയാണ്. എന്നിട്ട് താൻ ആത്മഗതം ചെയ്യുകയാണ്, ഇന്നലകളിലെ നമ്മുടെ ഓർമ്മകൾ അത് നമ്മെ ഒരിക്കലും ഇതുപോലെ അധപതിക്കുന്നതിന് കാരണമായി തീരരുത്, മറിച്ച് നമ്മളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കണം, നമ്മളെ സ്ട്രോങ് ആക്കുന്നതിന് കാരണമായി തീരണം. ഈ കഥ നമുക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട്. ഇന്നലകളിലെ ഓർമ്മകൾ എന്തുമായിക്കോട്ടെ, നല്ലതായിക്കോട്ടെ മോശമായിട്ടുള്ള ഓർമ്മകളായിക്കോട്ടെ, അതെല്ലാം ആ പാസ്റ്റിൽ തന്നെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് മൂവ് ഓൺ ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മൾ എപ്പോഴും ഈ വർത്തമാനകാലത്തിൽ ജീവിച്ച്
ഓരോ നിമിഷവും സന്തോഷിക്കുകയും സമാധാനത്തോടെ ആയിരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് ശുഭകരമായിട്ടുള്ളൊരു ഭാവി കാണാനും അതിനുവേണ്ടി പ്രയത്നിക്കാനും അത് അച്ചീവ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. കാരണം ഇന്നലത്തെ കാര്യങ്ങളൊന്നും, കഴിഞ്ഞു പോയ കാര്യങ്ങൾ നല്ലതാണെങ്കിലും മോശമുള്ളതാണെങ്കിലും എന്താണെങ്കിൽ കൂടി നമുക്കതിനൊന്നും ഇന്ന് മാറ്റം വരുത്താൻ പറ്റില്ല. അതെല്ലാം കഴിഞ്ഞു പോയി. എന്ത് സംഭവിക്കേണ്ടിയിരുന്നോ അത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം അടുത്ത സ്റ്റെപ്പ് വയ്ക്കുക, പുതിയ സ്റ്റെപ്പ് വയ്ക്കുക. ഫോർഗെറ്റ്, ഫോർഗീവ് ആൻഡ് മൂവ് ഫോർവേഡ്. അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഫ്യൂച്ചറിലേക്ക് സക്സസ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, അച്ചീവ്മെൻറ്റ്സ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നലകളിലെ എല്ലാ അനുഭവങ്ങളെയും മാറ്റിവെച്ചിട്ട് അതിലെ കടന്നു പോകാൻ പാസ്റ്റായിട്ട് തന്നെ ഇരിക്കാൻ അനുവദിച്ചിട്ട് ഈ പ്രസൻറ്റ് യുഗത്തിൽ ജീവിച്ച് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് നല്ല സ്റ്റെപ്പുകൾ വയ്ക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.